തിരുവനന്തപുരത്ത് 14-കാരിയെ കാണാനില്ലെന്ന് പരാതി. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ കരുമം മാടമ്പന സ്വദേശി ലക്ഷ്മിയെയാണ് കാണാതായത്. 9-ാം തീയതി പുലർച്ചെ 5:30 മുതലാണ് കുട്ടിയെ കാണാതായത്. രക്ഷിതാക്കളുടെ പരാതിയിൽ കരമന പോലീസ് അന്വേഷണം ആരംഭിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേരുന്ന വിവരങ്ങളുമായി. പ്രശാന്ത്, ഇപ്പോൾ ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്? കഴിഞ്ഞ വെള്ളിയാഴ്ച 9ാം തീയതി രാവിലെ 5:30 കൂടിയാണ് ഈ പെൺകുട്ടി ലക്ഷ്മി വീട് വിട്ടിറങ്ങുന്നത്. 14 വയസ്സുള്ള പെൺകുട്ടിയാണ്, 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. വീട് വിട്ട് ഇറങ്ങുന്നത്. തുടർന്ന് പോലീസിൽ പരാതി നൽകിയായിരുന്നു. ഈ കുട്ടിയുടെ രക്ഷിതാക്കൾ പരാതി നൽകിയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് ഒരു അന്വേഷണം നടത്തി. CCTV ദൃശ്യങ്ങളടക്കം പ്രദേശത്തെയും അതോടൊപ്പം തന്നെ മറ്റ് സ്ഥലങ്ങളിലെല്ലാം CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചൊരു അന്വേഷണം നടത്തിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് റെയിൽവേ സ്റ്റേഷനിൽ പുലർച്ചെ വന്നിറങ്ങുന്ന ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കിട്ടുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പരശുരാം എക്സ്പ്രസിനടുത്തായിട്ട് ആ ട്രെയിൻ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്നു എന്നതടക്കമുള്ള വിവരങ്ങളും ലഭിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സമഗ്രമായ രീതിയിൽ ഒരു അന്വേഷണം നടത്തി വരികയാണ്. മംഗലാപുരം കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി പോകാൻ കഴിയുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചെല്ലാം ഒരു അന്വേഷണം ഇപ്പോൾ പോലീസ് നടത്തുന്നുണ്ട്. അങ്ങനെ നടത്തി വരികയാണ്. കഴിഞ്ഞ ഈ ദിവസം വെള്ളിയാഴ്ചയാണ് വീട് വിട്ടിറങ്ങിയത്. വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായി എന്ന് കുടുംബവും പറയുന്നുണ്ട്. അതായത് പഠിക്കാത്തതിൽ അല്ലെങ്കിൽ പഠിക്കുന്ന കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് അച്ഛൻ വഴക്ക് പറഞ്ഞു എന്നതടക്കമുള്ള കാര്യങ്ങൾ പറയുന്നു. ഇതിന്റെ ചിലപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും കുട്ടി വീട് വിട്ട് ഇറങ്ങിയത് എന്ന് വേണം പ്രാഥമികമായിട്ടുള്ള നിഗമനം ഇപ്പോൾ ലഭിക്കുന്നത്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം നടത്തുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളടക്കം കുട്ടിയുടെ ചിത്രങ്ങളടക്കം ഷെയർ ചെയ്തുകൊണ്ടുള്ള അന്വേഷണങ്ങളും വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. മറ്റെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഇതിൽ വ്യക്തതയില്ല. എന്തായാലും ഈ പെൺകുട്ടിയുടെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങുന്നതിന്റെയും ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നതിന്റെയും അതോടൊപ്പം തന്നെ ട്രെയിൻ കയറാൻ നിൽക്കുന്നതിന്റെയും ദൃശ്യങ്ങൾ കിട്ടി. അതോടൊപ്പം തന്നെ ഇതിൽ ട്രെയിൻ കയറി പോയിട്ടുണ്ടോ എന്ന കാര്യങ്ങളിലൊക്കെ ചില ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട്, ചില സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. വ്യക്തതയില്ല. എങ്കിൽ പോലും പലയിടങ്ങളിലായിട്ടുള്ള അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെയാണ് ഇത്തരത്തിൽ റെയിൽവേക്ക് ദക്ഷിണ മേഖല അല്ലെങ്കിൽ റെയിൽവേയുടെ പല വിഭാഗങ്ങൾക്കായിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചില നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ ചില ഇതുമായി ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ചിത്രങ്ങളടക്കം നൽകി അന്വേഷണം നടത്തണമെന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല റെയിൽവേ സ്റ്റേഷനുകളിലും CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിക്കുവാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുകയാണ്. 14 വയസ്സുള്ള പെൺകുട്ടിയാണ്, ലക്ഷ്മി എന്നാണ് പേര്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച 9ാം തീയതി 5:30 പുലർച്ചെയാണ് വീട് വിട്ട് കുട്ടി ഇറങ്ങുന്നത്. വീട് പൂട്ടി, വീടിന്റെ മുൻവശവും പിറകുവശവും പൂട്ടിയ ശേഷം അവിടുന്ന് വീട് വിട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്തത്. രോഹിണി. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.